അപ്പോൾ സെപ്റ്റംബർ 27 നമ്മുടെ ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെടുത്തിട്ടുണ്ട് ഒരു ലോട്ടറി, നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എടുത്തതല്ല, കിട്ടിയതാണ്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്ത പ്രശ്നമല്ല, അടുത്തത് വരുന്നത് മിസ്റ്റർ മലപ്പുറം കോമ്പറ്റീഷൻ വരുന്നുണ്ട് ജനുവരി 31. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, ഗൾഫിലുള്ളതാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു എങ്ങനെ പോകണം എൻ്റെ ജിമ്മും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോമ്പറ്റീഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ അധികം ജനുവരി ലാസ്റ്റിക്ക് 30-31 ടൈമിലൊക്കെ ആയിട്ടായിരിക്കും കോമ്പറ്റീഷൻ വരിക. നല്ല സംഖ്യ ചിലവുണ്ട്, 10,000-50,000 വേണ്ടി വരും, ചുരുങ്ങിയത് അതിൻ്റെ മേലെ വേണ്ടി വരും. നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല ഫിസിക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പം എനിക്ക് ചോദിച്ച് ഞാനൊരു കാര്യം ചെയ്യാം, എത്ര ചിലവ് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ 50 റുപ്യേൻ്റെ മേലെ വരുന്നതാണ്. അപ്പോൾ രണ്ട് ഈ നമ്പറിൽ തന്നെയല്ലേ ഗൂഗിൾ പേ ഉള്ളത്. അപ്പോൾ ഞാനത് ഞെട്ടിട്ടോ, എന്താ സംഭവം എന്നുള്ള നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ മച്ചാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഗൂഗിൾ പേക്ക് എപ്പോൾ കുറച്ച് പൈസ ഇട്ടതാണ്. ഞാൻ ഷോക്കായിപ്പോയി, എന്താ സംഭവം നമുക്കൊരു പിടുത്തം കിട്ടിയില്ലല്ലോ. അതിൽ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടു മെസ്സേജ്, ഗൂഗിൾ പേയിൽ പൈസ ഒന്നുമില്ല. എത്ര അറിയോ? 500 റുപ്യ. അതിൽ ഞാനത് തിരിച്ച് വിളിച്ച് 500 റുപ്യക്ക് പൊന്നേരം പോയി ഒരു മാസത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ ക്രിയേറ്റിനും പോലും എടുക്കാൻ പറ്റില്ല, നല്ലൊരു ക്രിയേറ്റിനും പോലും എടുക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ ഈ അയച്ചെന്ന് ചോദിച്ചാൽ. എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക, 500 റുപ്യക്ക് ഓണം ബമ്പർ ടിക്കറ്റ് പോയി എടുക്കുക. അതിൽ 25 കോടിയാണ് വരുന്നത്. അപ്പോൾ ഈ 25 കോടി എന്ത് ചെയ്യുക, അതുകൊണ്ട് എടുക്കുക, ബമ്പർ എടുക്കുക. ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ മോനെ എൻ്റെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും തീരും. പിന്നെ എൻ്റെ സ്വപ്നമായ ഐഫോൺ എനിക്ക് എടുക്കാൻ പറ്റും, കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പൈസ അല്ല വിഷയം, ചിലപ്പോൾ ഇതും അടിക്കുന്നതാണ്. ഇതൊന്നും നോക്കിയില്ല, ഭയങ്കര ത്രില്ലായി. നേരെ പോയി ലോട്ടറി കടയിൽ പോയിട്ട് ബമ്പർ എടുത്തു. എന്നാൽ നറുക്കെടുപ്പ് ഡേറ്റ് വെച്ചു 27 ശനിയാഴ്ചയാണ് ഇപ്പോൾ വരുന്നത്. അതിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചില സുഹൃത്തുക്കൾ ഇങ്ങനെയുണ്ട്, പക്ഷെ നമ്മളെ സുഹൃത്തുക്കളൊന്നും മോശക്കാരല്ല കേട്ടോ, ഒക്കെ കട്ടയ്ക്ക് നിൽക്കുന്ന ടീമാണ്. ഒരാൾ ഈ 500 റുപ്യ വെച്ചിട്ട് തന്നതിലും കുറേ പോയിന്റുകൾ ചിന്തിക്കാണ്ട്, ചിലപ്പോൾ അതുവഴി ഭാഗ്യം തെളിഞ്ഞാലോ, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ലോട്ടറി എടുത്തിട്ടുണ്ട്. 50-50 ആക്കാൻ പറ്റും തോന്നുന്നു. പക്ഷെ അവൻ പറഞ്ഞത് എൻ്റെ കോമ്പറ്റീഷൻ എടുക്കലും പറ്റിച്ചെങ്കിൽ ഐഫോൺ എടുത്തോന്നാണ് പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കൾ പല ടൈപ്പിൽ സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അപ്പോൾ ആരെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ചിലവർ നല്ല ടോക്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നേരെ മറിച്ച് ചിലവർ ഫുൾ ക്യാഷായിട്ട് ചെയ്യണവരും ഉണ്ട്. എന്തെങ്കിലും സംഭവങ്ങൾ ഗിഫ്റ്റായിട്ട് തരുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മൈക്ക് ഒരാൾ ഗിഫ്റ്റ് എന്നാണ്. അതുപോലെ തന്നെ ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായാലും മിസ്റ്റർ മലപ്പുറം കോമ്പറ്റീഷനും പങ്കെടുക്കാം, ഓണം ബമ്പർ അടിക്കട്ടെ, എല്ലാവരും സപ്പോർട്ടുണ്ടാകും.